അത് ഹറാം തന്നെയാണ്. മയക്കുമരുന്നായാലും MDM ആയാലും കഞ്ചാവായാലും അത് ഹറാം തന്നെയാണ്. അത് എല്ലാ ദോഷത്തിന്റെയും താക്കോല് തന്നെയാണ്. മനുഷ്യന്റെ ബുദ്ധിയെ ഹനിക്കുമ്പോൾ, മനുഷ്യന്റെ സ്വയം ബുദ്ധി നശിച്ചു പോവുകയാണെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യാൻ മടിയുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് മദ്യം ഇസ്ലാം നിരോധിച്ചത്. ഒരു സുപ്രഭാതത്തിൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല മദ്യം ഹറാമാണെന്ന്. നിങ്ങൾ മദ്യത്തിന്റെ ഉപയോഗം കുറക്കുക എന്നായിരുന്നു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞത്. പിന്നീട് പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ മദ്യം ഉപയോഗിച്ച് നിങ്ങൾ പള്ളിയിൽ വരരുതെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, നിസ്കാരത്തിൽ സൂറത്ത് ഓതിയപ്പോൾ സൂറത്ത് മറിച്ചും തിരിച്ചും ഓതിയ സംഭവങ്ങൾ ഇമാമ് നിന്നവർക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് മദ്യം ഇസ്ലാം ഹറാം നിരോധിക്കുന്നതിന് മുമ്പുള്ള ചരിത്രം. പിന്നീട് പറഞ്ഞു, മദ്യം എല്ലാ ദോഷങ്ങളുടെയും താക്കോലാണ്. മദ്യം ജീവിതത്തിൽ അനുവദിച്ചുകൂടാ. മദ്യം വാങ്ങുന്നവൻ, വിൽക്കുന്നവൻ, അത് ഉപയോഗിക്കുന്നവൻ, അത് സൂക്ഷിക്കുന്നവൻ, അവരെല്ലാവരും നരകാവകാശികളാണെന്ന് പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ ഘട്ടം ഘട്ടമായി നിരോധിച്ചു. ഒറ്റയടിക്ക് നിരോധിക്കാൻ സാധിച്ചില്ല. അതുപോലെ ലഹരി വസ്തുക്കളുടെക്കെതിരെ നമ്മൾ നിരോധനം ഏർപ്പെടുത്തുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമ്മളുടെ പരിപാടി കൊണ്ട് നമുക്ക് അതിനെ നിരോധിക്കാൻ സാധിക്കണമെന്നില്ല. നമുക്ക് ഘട്ടം ഘട്ടമായി ഇതിന്റെ ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇന്ന് ആരും ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയോ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. തീർത്തും ഈ സമൂഹത്തിന്റെ, ഈ നാടിന്റെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ഈ ലഹരി എന്ന് പറയുന്ന ഈ ലഹരിയുടെ ഉപയോഗം. അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്നാൽ കഴിയുന്നത് എന്താണോ, നിങ്ങളാൽ കഴിയുന്നത് എന്താണോ, ജനപ്രതിനിധികളാൽ കഴിയുന്നത് എന്താണോ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മൾ ഒറ്റയടിക്ക് ഈ ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതുകൊണ്ട് നമുക്കിത് ഈ ലഹരി മുക്തമാക്കാൻ സാധിക്കണമെന്നില്ല. അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. കള്ള് കച്ചവടക്കാർ, വ്യാജമദ്യ കച്ചവടക്കാർ, അവരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ പിടിക്കപ്പെടുന്നവർ, അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ എത്ര മുസ്ലിം സഹോദരങ്ങളുണ്ട്? വളരെ കുറവാണ്. അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. മദ്യരാജാക്കന്മാർ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായില്ലേ? അതിൽ നിന്ന് എങ്ങനെയാണ് മാറ്റമുണ്ടായത്? തീർത്തും ഘട്ടം ഘട്ടമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്യം നിരോധിച്ചു. മദ്യം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് ദൈനംദിനം ഇസ്ലാമിക പണ്ഡിതന്മാർ, അതേപോലെ മുസ്ലിം മതപ്രബോധകന്മാർ ഈ ജനങ്ങളെ ബോധവൽക്കരിച്ചു. വയലുകൾ പറഞ്ഞു, മതപ്രബോധനം നടത്തി, എല്ലാ പ്രാക്ടിക്കലായി അതിന്റെ വിപത്തുകളെ വിശദീകരിച്ചു കൊടുത്തു. നല്ലവണ്ണം ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് മദ്യം ഉപയോഗിക്കുന്നതും മദ്യ കച്ചവടത്തിൽ നിന്നും മുസ്ലിം സമുദായത്തിന്റെ അതിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്താൻ സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ലഹരി ഉപയോഗത്തിനെതിരെയും ലഹരി കച്ചവടത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ഈ ചെറുപ്പക്കാരെ മാറ്റാൻ സാധിച്ചുകൂടാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ. കഞ്ചാവ് കച്ചവടത്തിൽ, MDM കച്ചവടത്തിൽ പിടിക്കപ്പെടുന്നവരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ, ഫോട്ടോ പരിശോധിച്ചാൽ, അവരുടെ പേര് പരിശോധിച്ചാൽ, ഞാൻ പറയുന്ന നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾ ഭൂരിഭാഗമല്ലേ? 30% റിസർവേഷൻ വേണം, സംവരണം വേണമെന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമുക്ക് സമരം ചെയ്യാതെ ലഭിച്ചു പോയ ഒരു സംവരണമാണോ, റിസർവേഷൻ ആണോ ഈ ലഹരി ഉപയോഗത്തിലും ലഹരി കച്ചവടത്തിലും എന്ന് തോന്നിപ്പോകുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനെ ഘട്ടം ഘട്ടമായി നമുക്ക് എതിർക്കേണ്ടിയിരിക്കുന്നു. ഒരാൾ ഈ ലഹരി ഉപയോഗിച്ചാൽ, ലഹരി കച്ചവടത്തിൽ പിടിച്ചാൽ അവരെ മാറ്റി നിർത്തണം, അവരെ ഒറ്റപ്പെടുത്തണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. അവരെ സമീപിക്കണം.
പറയണം, ഈ നാട് വലിയ വിപത്ത് നേരിടുന്ന വിപത്തിലൊന്നാണ് ലഹരി. താങ്കൾ അത് ഉപയോഗിക്കുന്നു, താങ്കൾക്ക് എന്തുകൊണ്ട് അത് ഉപയോഗിക്കാനുള്ള അവസരമുണ്ടായി? അദ്ദേഹത്തിന്റെ സാഹചര്യം പഠിക്കണം. ആ സാഹചര്യം പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അതിൽ നിന്ന് നമുക്ക് മുക്തമാക്കണം. പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് വൈദ്യ ചികിത്സയ്ക്ക് വിധേയമാക്കണം. എന്നിട്ട് അദ്ദേഹവുമായി ബന്ധമുള്ള ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പരിശോധിക്കണം. അവരെയും കൗൺസിലിംഗിന് വിധേയമാക്കിക്കൊണ്ട് അവർക്കും ഇതേപോലെ വൈദ്യ ചികിത്സയും നടത്തിക്കൊണ്ട് അവരെ മുക്തമാക്കുകയാണ് വേണ്ടത്. വേറൊരു കാര്യം, ഈ നാട്ടിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും ജുഡീഷ്യറിയും ഒരേപോലെ പ്രവർത്തിക്കേണ്ട, ഒരേപോലെ ഉണർന്ന് ചിന്തിക്കേണ്ട സമയമാണ് ലഹരിയുടെ വിഷയത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, ലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിനെതിരെ കായികമായി അക്രമമുണ്ടായി എന്ന് എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആൾ പറഞ്ഞു. നേരത്തെ ഇവിടെ വന്നപ്പോഴും പറഞ്ഞു, ഇവിടെ എല്ലാ പരിപാടിക്കും ആളുകൾ വരുന്നുണ്ട്, ഈ പരിപാടിക്ക് ആളുകൾ വന്നത് കുറവാണ് എന്ന്. സ്വാഭാവികമായിട്ടും ഇത് വലിയൊരു റാക്കറ്റാണ്. ഈ ലഹരി മേഖല എന്ന് പറയുന്നത് ഒരു വലിയ മാഫിയയുടെ കയ്യിലാണുള്ളത്. ഇതിനെതിരെ പ്രസംഗിക്കുന്നവർക്കെതിരെ, ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിരന്തരം അവരുടെ ശത്രുത നമുക്കുണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ നാട്ടിലുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് അപ്പോഴൊക്കെയും നമുക്ക് നമ്മുടെ മനസ്സിനെ ഭാഗപ്പെടുത്തിയെടുത്തുകൊണ്ട് ഈ അധാർമികതക്കെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കുവാൻ നമ്മുടെ മനസ്സിനെ ഭാഗപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഭീഷണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും എതിർപ്പിനോ വകവെച്ച് നമ്മൾ പിൻപോട്ട് പോവേണ്ടതല്ല. നമ്മൾ സത്യത്തിന്റെ പാതയിലാണ്. ലഹരി എന്ന് പറയുന്ന മാരകമായ ഈ വിപത്ത് നമ്മുടെ നാടിനെ കാർന്ന് തിന്നാൻ പോവുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യൽ ഓരോ യുവാക്കളുടെയും ഓരോ സന്നദ്ധ സംഘടനകളുടെയും ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. നേരത്തെ അനീഫ് ഉപാധ്യക്ഷനായുള്ള മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ റീഹാബിലിറ്റേഷൻ സെന്റർ വരുന്നു. ഇതിന് അഡിക്റ്റായവരെ ചികിത്സിച്ചുകൊണ്ട് കൗൺസിലിംഗ് ചെയ്ത് മാറ്റാനുള്ള സംവിധാനം നമ്മുടെ ഉപ്പളയിൽ വരാൻ പോകുന്നു. അവിടെ ആ സെന്റർ വന്നതുകൊണ്ട് കാര്യമായില്ല. ഇങ്ങനെയുള്ള നാടിൽ ഇത്തരത്തിലുള്ള ആളുകൾ അടിമപ്പെട്ടു പോയവരെ അവിടെ എത്തിക്കാൻ യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ പോലുള്ള ക്ലബ്ബുകൾക്ക് കഴിയണം. അതിന് നിങ്ങളുടെ സഹകരണവും ഉണ്ടാവണം. എന്നാൽ മാത്രമേ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ കയ്യിൽ അതിന്റെ വിശദാംശങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനം ഏൽക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നവരുടെ വീട്ടിലാണ്. ഭാര്യമാരെ അടിക്കുന്നത്, തല്ലുന്നത്, അസാരസ്യങ്ങൾ ഉണ്ടാകുന്നത് ലഹരി ഉപയോഗിക്കുന്നവരുടെ വീട്ടിലാണ്. ഭാര്യമാരെ കൊന്നത്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൊല നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരിയുടെ പേരിലാണ്. നമ്മളൊക്കെ ഇത് പറയുന്നത് നമ്മളൊരു വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വെറും ആരാധന കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. നാട്ടിൽ നടക്കുന്ന വിപത്തിനെതിരെ പ്രതിരോധിക്കുവാൻ, അതിനെ എതിർക്കുവാൻ, അത്തരത്തിലുള്ള വിപത്തുകളെ തടയുവാൻ ഓരോ വിശ്വാസിക്കും ബാധ്യതയുണ്ട്. നമുക്കറിയാം, ലഹരി ഉപയോഗിക്കുന്നവർ അവരാക്രമിക്കുന്നത് സ്ത്രീകളെയാണ്, കുട്ടികളെയാണ്. പോക്സോ നിയമം വന്നാലും സ്ത്രീ പീഡന നിയമം വന്നാലും ഒന്നും ഈ സ്ത്രീ സമൂഹമോ കുട്ടികളോ രക്ഷപ്പെടാൻ പോകുന്നില്ല. ലഹരിയെ നമ്മൾ നിർവീര്യമാക്കി, ലഹരിക്കെതിരെ നമ്മൾ പ്രവർത്തിച്ച് ലഹരി മുക്തമാക്കിയില്ലെങ്കിൽ ഈ രണ്ട് വിഭാഗവും രക്ഷപ്പെടില്ല. സ്ത്രീയെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഈ ലോകത്ത് ഏറ്റവും വലിയ മുതൽ എന്ന് പറയുന്നത് അൽ മർഹത്തു സാലിഹ, സാലിഹായ സദ്വൃതയായ ഒരു സ്ത്രീ എന്നാണ്. എന്റെ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് അറിയാം, വേദത്തിൽ തന്നെ പറയുന്നത് കാര്യേഷു മന്ത്രി, കരുണേഷു ദാസി, സ്നേഹേഷു മാതാ, ക്ഷമയാ ദരിദ്രി, സൽക്കർമ്മ നാരി, കുലധർമ്മ പത്നിനൊക്കെ. സ്ത്രീകളെ ഇത്രയേറെ ബഹുമാനിച്ച മതവിശ്വാസങ്ങൾ, എന്നിട്ട് പോലും ഈ എത്ര മതവിശ്വാസം നമ്മൾ ഉണ്ടായിട്ട് പോലും ലഹരി നമ്മളെ കീഴ്പ്പെടുത്തിയാൽ, നേരത്തെ ഞാൻ പറഞ്ഞ അവിടേക്ക് തന്നെ നമുക്കെത്തും. നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ ഒരു മതവിശ്വാസവും നമുക്ക് ഫലം ചെയ്യില്ല. ആ നമ്മുടെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നതാണ് ഈ ലഹരി. ഇതിനെതിരെ നാം പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഈ ക്ലബിന് ജാതി മത ഭേദമില്ല. എന്നോട് അനീഫ് സാഹിബ് സൂചിപ്പിച്ചു, ഇവിടെ എല്ലാവരും ഈ ക്ലബിലുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ്.
നമുക്കറിയാം, ഉപനിഷത്തിൽ ഒരു വാക്യമുണ്ട്, മാതാശ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര മാനവ ബാന്ധവ സർവേ സ്വദേശ ഭുവനത. ML പോയി, അവരൊക്കെ ഉപനിഷത്തൊക്കെ പഠിച്ചവരാണ്. നിങ്ങളുടെ മാതാവ് പാർവതിയാണ്, പിതാവ് ഈശ്വരനാണ്, നിങ്ങൾ ജീവിക്കേണ്ടത് ഈ ഭൂമിയിലാണെന്നാണ് ഉപനിഷത്ത് പറഞ്ഞത്. ഖുർആനും പറഞ്ഞത്, യാ യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും, നിശ്ചയമായി ഞാൻ നിങ്ങളെ പടച്ചു, മിൻ സഖരിൻ, ഒരാണിൽ നിന്നും, വംസ, ഒരു പെണ്ണിൽ നിന്നും, വജഅൽനാകും, ഞാൻ നിങ്ങളെ ആക്കി, അശുഹൂബൻ വഖബായില, ഗോത്രങ്ങളും കുടുംബങ്ങളും ആക്കി, ലിതഅറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾ സാഹോദര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ സ്വർഗത്തിലെ മാലാക്കന്മാർ പാടിയിട്ടുണ്ട്, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എല്ലാ മതങ്ങളും അന്തസത്ത എന്ന് പറയുന്നത് സാഹോദര്യവും സൗഹൃദവുമാണ്. മതവിശ്വാസം, മതങ്ങളെ കുറിച്ച് പഠിക്കുകയും ആ വിശ്വാസം ആർജിക്കുകയും ചെയ്യുകയും വേണം. പക്ഷേ എന്ത് നമുക്ക് അറിവുണ്ടായാലും, എത്ര കഴിവുണ്ടായാലും, എത്ര ബോധമുണ്ടായാലും, നമ്മുടെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തിയാൽ, നമുക്ക് ബുദ്ധി നശിച്ചു പോയാൽ, ലഹരി ഉപയോഗിച്ചാൽ ബുദ്ധി ഉണ്ടാവില്ലല്ലോ, പിന്നെ അവൻ അറിവുണ്ടായിട്ട് കാര്യമില്ല, അവൻ വലിയ കുടുംബക്കാരനായിട്ട് കാര്യമില്ല, അവന് വലിയ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. ആ മനുഷ്യൻ നശിക്കുക മാത്രമല്ല, അവൻ ഈ നാട്ടിലെ പലരെയും കൂട്ടുകെട്ടിലൂടെ നാട്ടിലെ പലരെയും നശിക്കും, പല കുടുംബങ്ങളും നശിക്കും, നാട് കുട്ടിച്ചോറാകും. അതുകൊണ്ട് നിങ്ങൾ ശക്തമായി പ്രതികരിക്കുക, നിങ്ങൾ നന്നായി പ്രവർത്തിക്കുക. ലഹരി മുക്തമായ ഒരു നാട് സോങ്കാലിൽ ഉണ്ടാവട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞു, നേരത്തെ അത് എന്നെ വല്ലാത്ത പ്രയാസമുണ്ടാക്കി, എന്നെ വല്ലാത്ത സ്വാധീനിച്ചു പോയി. അയാൾ പറഞ്ഞു, ലഹരിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ, പ്രസംഗിച്ചതിന്റെ പേരിൽ അയാൾക്ക് വധഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഞാൻ പറയുന്നു, നമ്മൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് മാത്യു KD സാറൊക്കെ വിശ്വാസിയാണ്. അതുകൊണ്ട് നമുക്കറിയാം, നമുക്കറിയാം മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അത്യുജ്ജാനാമധർമ്മസ്യ പവിത്രാണായാം സാധുനാ വിനാശായാം ചതുഷ്കൃതാം ധർമ്മസമസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. ധർമ്മം നശിക്കുമ്പോൾ, ഈ നാട്ടിൽ അനീതിയും അക്രമവും ഉണ്ടാകുമ്പോൾ, ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാകുമ്പോൾ, ഇവിടെ ധർമ്മം സ്ഥാപിക്കാൻ, സത്യമായ നീതിബോധം ഇവിടെ ഉണ്ടാക്കുവാൻ, ധർമ്മം സ്ഥാപിക്കുവാൻ, മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ, അതിന് ഓരോ വ്യക്തിയിലും നിയുക്തമാകും, ഓരോ പ്രസ്ഥാനത്തിലും നിയുക്തമാകും, ഓരോ സമൂഹത്തിലും നിയുക്തമാകും. അങ്ങനെ നിയുക്തമായ ക്ലബ്ബാണ് നിങ്ങൾ. ആ മഹാഭാരതത്തിന്റെ വാക്കുകൾ നമുക്ക് പ്രചോദനമാവണം. അത് മാത്രമല്ല, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അസത്യം സത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ നിൽക്കും. അസത്യത്തിന് സത്യത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല. സത്യം എത്ര മുന്നോട്ട് പോയാലും അവസാനം വിജയിക്കുക സത്യം മാത്രമായിരിക്കും. പ്രിയപ്പെട്ട ക്ലബിന്റെ പ്രവർത്തകരെ, നിങ്ങൾ വേദനിക്കേണ്ടതില്ല. ലഹരിക്കെതിരെ സംസാരിക്കുമ്പോ, ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോ, ജനനിബിഡമായ ഒരു സദസ്സിനെ നിങ്ങൾക്ക് വിളിച്ചു കൂട്ടാൻ ചേർത്തെന്ന് വരില്ല. ചിലർ ഏതായാലും നിങ്ങൾ വേണ്ടത്ര വിജയിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ഭീഷണികളും അല്ലെങ്കിൽ വേറെ എന്തും സംഭവിച്ചെന്ന് വന്നേക്കാം. പക്ഷേ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് യാതൊരു പ്രയാസവും നേരിടേണ്ടതില്ല, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിപത്തിനെതിരെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. ഇതിൽ എന്നോട് അനീഫ് സാഹിബ് പറഞ്ഞു, വളരെ താഴെക്കിടയിൽ ജീവിക്കുന്നവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന്. നിങ്ങളെ ഇത്തരം ഒരു നാട് ലഹരി മുക്തമാക്കാൻ തയ്യാറായ ഈ എന്റെ മുമ്പിലിരിക്കുന്ന യുവ സമൂഹം, നല്ല പ്രായമുള്ളവർ, എല്ലാവരെയും, ഈ പരിപാടി ശ്രമിക്കാൻ വന്ന സഹോദരികളെയും ഉമ്മമാരെയും എനിക്ക് പ്രശംസിക്കാൻ വാക്കുകളില്ല. കാരണം ഈ ഒരു നാട് ഇത് മറ്റുള്ള നാടുകൾക്ക് മാതൃകയാവണം. ലഹരിക്കെതിരെ ഇങ്ങനെ ഒരു കൂട്ടായ്മ, നാട്ടിലെ മാത്രം ആളുകളെ വിളിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഉമ്മമാരടക്കം സ്ത്രീകളെ നിങ്ങൾക്ക് സംബന്ധിപ്പിക്കുവാൻ സാധിച്ചു. നല്ല ഒരു സദസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. നിങ്ങൾ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. തീർച്ചയായിട്ടും എന്തൊക്കെ സഹായം വേണോ, പഞ്ചായത്ത് നിന്ന് വേണോ, ബ്ലോക്കിൽ നിന്ന് വേണോ, ജില്ലയിൽ നിന്ന് വേണോ, ഉദ്യോഗസ്ഥരെന്ന നിലക്ക് മാത്യു KD സാറിനെ പോലുള്ള ആളുകളിൽ നിന്ന് വേണോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ജനപ്രതിനിധികളുണ്ട്, നാടുണ്ട്, ഈ നാട്ടിലെ പൗരപ്രമുഖരുണ്ട്, ഈ നാട്ടിലെ സഹോദരിമാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ
ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. നിങ്ങളാണ് മഹത്വവൽക്കരിച്ചവർ യുവാക്കൾ. കാരണം ഈ നാട് നേരിടുന്ന, ഈ രാജ്യം നേരിടുന്ന, ഈ പ്രപഞ്ചം നേരിടുന്ന ഈ വിപത്തിനെതിരെ നിങ്ങൾക്ക് ഇത്തരം ഒരു ജനസഞ്ചയത്തെ ഇവിടെ വിളിച്ചു ചേർക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഈ പരിപാടി തുടങ്ങിയ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഒരാൾ പോലും എഴുന്നേറ്റ് പോയിട്ടില്ല. അച്ചടക്കമുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. നിങ്ങളുടെ സംഘാടക മികവിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അത് മാത്രമല്ല, ഈ മഹത്തായ പരിപാടിയിൽ നിങ്ങൾ നമ്മുടെ ഉദ്യോഗസ്ഥൻ മാത്യു KD സാറിന്റെ ക്ലാസ് സശ്രദ്ധം കേൾക്കണമെന്നും തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളണമെന്നും എങ്ങനെയാണ് ഇതിൽ നമുക്ക് പ്രതിരോധിക്കുക, നേരിടുക എന്നതിനെ കുറിച്ച് വ്യക്തമായ ക്ലാസ് എടുക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.